ചൂടേറിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടയിലും ചർച്ചയാക്കേണ്ടുന്ന ഒട്ടനവധി വിഷയം കേരള രാഷ്ട്രീയത്തിലുണ്ട്. വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, അതിനുശേഷം കേരളത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അതിൽ ഇന്നത്തെ സാഹചര്യമനുസരിച്ച് ആലപ്പുഴ ജില്ല ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 9ഓളം നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ കോൺഗ്രസ്സിന് ഒറ്റ മണ്ഡലം മാത്രമേ ഉള്ളൂ. ഹരിപ്പാട് രമേശ് ചെന്നിത്തല പ്രതിനിധാനം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ വെച്ച് നോക്കുമ്പോൾ VS അച്യുതാനന്ദനും TV തോമസും അതുപോലെ KR ഗൗരിയും സുശീല ഗോപാലനടക്കമുള്ള പ്രമുഖ CPM നേതാക്കൾ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും CPMനും ഇടതുപക്ഷത്തിനും വളരെ ഫലഭൂയിഷ്ഠമാക്കിയ ഒരു മണ്ണാക്കി അതിനെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് AK ആൻ്റണിയും വയലാർ രവിയും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ആലപ്പുഴ മണ്ണിലല്ല അവരൊക്കെ ഉള്ളത്. പക്ഷേ ഇന്ന് കോൺഗ്രസിനും UDFനും പ്രതീക്ഷ നൽകുന്നത് രണ്ട് നേതാക്കന്മാരാണ്. രണ്ടുപേരും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കാത്തിരിക്കുന്നവരുമാണ്. ഒന്ന് രമേശ് ചെന്നിത്തല, മറ്റൊന്ന് KC വേണുഗോപാൽ MP. ഇവരുടെ സാന്നിധ്യം ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസിന് വലിയ വളക്കൂർ ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ടോ? ആലപ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ പറഞ്ഞില്ല, ചോദിച്ചുമില്ല. ആലപ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ശ്രീകാകുളവും തെലങ്കാനയും പോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ആലപ്പുഴയിലെ പുന്നപ്രയും. രക്തസാക്ഷികളുടെ വലിയ പ്രശ്നമാണ്. പക്ഷേ ക്രമത്തിൽ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറച്ചു നാളെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റി. പക്ഷേ VS അച്യുതാനന്ദനെതിരായിട്ടുള്ള വിഭാഗീയമായ പാർട്ടിയിലെ പോർവിളിയിൽ അച്യുതാനന്ദൻ അടിതെറ്റിയപ്പോൾ ആലപ്പുഴയിലെ പാർട്ടിക്ക് വഴിതെറ്റി. പിന്നെ അത്രയും ധാർമ്മിക നിലവാരമുള്ളൊരു നേതാവ് അതിന് പകരം ആ കോമ്പൻസേഷൻ പിൻവലിക്കാൻ വന്ന കുറേ പേരുണ്ട്. സജി ചെറിയാനാണേലും സലാമാണേലും ആരിഫാണേലും ഇവർക്കൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിൽ പവറോടെ പിണറായി വിജയൻ്റെ ചുറ്റുമുള്ള ഉപജാപക സംഘങ്ങൾ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇവരൊന്നും വളർന്നിട്ടില്ല. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വഭാവ ഗുണങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഉണ്ടായിരുന്ന ഒരാൾ സുധാകരനാണ്. ഏറ്റവും കുറവ് വിമാനത്തിൽ യാത്ര ചെയ്തയാൾ, ഏറ്റവും കുറവ് സർക്കാരിൻ്റെ പൈസ യാത്രാ ചിലവായിട്ട് മേടിച്ചിരിക്കുന്ന ആൾ, അങ്ങനെ സർക്കാരിൽ നിന്ന് കഴിയുന്നത് യഥാർത്ഥം എന്ന് പറയാൻ പറ്റില്ല, ഒരു പരിധിയെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണ് ശ്രമിച്ച ഒരാളാണ് സുധാകരൻ. ആ സുധാകരൻ അവർക്ക് വേണ്ട. ഇല്ല, സത്യത്തിൽ ഈ സുധാകരൻ്റെ വിഷയം തന്നെ മതി വളരെ പ്രധാനപ്പെട്ട രീതിയിൽ അത് തുറന്നു കാണിക്കാൻ കോൺഗ്രസിനും UDFനും കഴിഞ്ഞാൽ ഒരുപക്ഷെ സാധാരണ CPMകാർക്ക് പണ്ട് ഒക്കെ നൽകിയതുപോലെ വലിയ തിരിച്ചടി CPM നേതൃത്വത്തിന് നൽകാൻ ആലപ്പുഴക്ക് സാധിക്കുമെന്നുറപ്പാണ്. അല്ല, ആലപ്പുഴ ഏത് സമയത്തും തിരുത്തലുകൾക്കും നിന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഷാനിമോൾ ഉസ്മാൻ അവിടെ ജയിക്കാൻ പറ്റിയായിരുന്നു. പക്ഷെ ആലപ്പുഴയിലെ കോൺഗ്രസിൻ്റെ തകർച്ചയെന്ന് പറയുന്നത് വെറും അധികാരം മാത്രമാക്കി ഒരു കോൺഗ്രസ് മാറുകയാണ് ചെയ്ത്. ഇപ്പോൾ ഞങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്, നങ്ങ്യാറുമുര കോളേജിൽ ഇലക്ഷൻ വർക്കിന് പോകുമ്പോൾ ഉണ്ടായ സംഘടന. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എറണാകുളത്ത് പോകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി ചെറിയ സംഭവങ്ങളിൽ കൂടെ ഭീരുക്കളായ ഒരു പറ്റ ആൾക്കാരുടെ കയ്യിലേക്ക് കോൺഗ്രസ് ലീഡർഷിപ്പ് വന്നു. രമേശ് ചെന്നിത്തല സ്ഥാനം ഉറപ്പിക്കാനുള്ള എല്ലാ കുറുക്കുവഴിയും ചെയ്യും. അതുകൊണ്ട് സംഘടന വലുതാകുന്നില്ല. താക്കോൽ സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ NSSൻ്റെ കെയർ ഓഫിലും മന്ത്രിസ്ഥാനം നേടിയാലും ബിഷപ്പുമാരെ പോയി കണ്ടാലും കോൺഗ്രസ് സംഘടന അവിടെ വളരുന്നില്ല. അതിനുള്ള ശ്രമം ഇപ്പോൾ എറണാകുളം സംഘടനാ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ ബിഷപ്പിനെക്കാളിലും സമുദായ പ്രീണനമൊക്കെ ഇവിടെ നടക്കുന്നുണ്ടാവും. പക്ഷേ സംഘടനാ പ്രവർത്തനം നടക്കുന്നുണ്ട്. പാലക്കാട് ശ്രീകണ്ഠൻ നടക്കുന്നുണ്ടായത്. അതിൻ്റെയൊക്കെ മെച്ചം അവിടെ കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ബിന്ദു കൃഷ്ണനെ പോലെ ഊർജ്ജസ്വലരായതുണ്ടായിട്ട് പോലും ഉണ്ണിത്താനെ പോലെ അവരാണ് കൊല്ലത്തെ കോൺഗ്രസ് നശിപ്പിച്ചത്. അതുപോലെ തന്നെ ഷുക്കൂറിനെ പോലുള്ള ആൾക്കാർ ആലപ്പുഴയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തി. തോമസ് ഐസക് മത്സരിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഷുക്കൂറിന് അവിടെ നിന്ന് പോകണം, രക്ഷപ്പെടണം. അവിടെ മത്സരിക്കാൻ തയ്യാറില്ല. അപ്പോൾ ആത്മവിശ്വാസമില്ലാത്തത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ നമുക്ക് അത് അണികളിലേക്കും ബാധിക്കുന്നേ. പോരാടാനുള്ള ധൈര്യമില്ലാത്ത ഒരു തന്നെ അതെ, അങ്ങനെ തള്ളിക്കളയേണ്ടുന്ന ഒരു ജില്ലയല്ല ആലപ്പുഴ. നമുക്കറിയാം 2001 കായംകുളത്ത് തുണ്ടത്തിൽ കുഞ്ഞുകുട്ടികൾ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് MLA KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും കായംകുളത്ത് നിന്ന് MMSN, ചെങ്ങന്നൂർ ശോഭന ജോർജ്, അരൂരിൽ അന്ന് KR ഗൗരി UDFൻ്റെ കൂടെയായിരുന്നു.
ചേർത്തലയും അതുപോലെ കുട്ടനാട്ടും ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളിലും മാവേലിക്കരയിൽ മുരളി ജയിക്കുന്നു, എം മുരളി. ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ആളുകൾ ജയിച്ചിരുന്ന അല്ല. അങ്ങനെ ഈ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റിലേക്ക് ഒരു ബലപ്രയോഗമുണ്ട് ഇടിച്ച് കയറാൻ. ഇപ്പോൾ ശിവവും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, പേര് പറഞ്ഞാൽ. ഇപ്പം കായംകുളം എം ഹോസൻ മത്സരിക്കാൻ ഓടി വന്ന സ്ഥലം. അതോടുകൂടി ആ സീറ്റ് അതിനുശേഷം അങ്ങോട്ട് സദാശിവനും ഇപ്പോൾ പ്രതിഭ ഒക്കെ വന്ന് അവിടെ പോരാടി ജയിക്കാനുള്ള കഴിവില്ലാത്തവർ, അല്ലെങ്കിൽ ജനങ്ങളെ ആവേശം കൊള്ളിക്കാൻ വെറുതെ സംഘടിപ്പിച്ച സംഘടന ഉണ്ടാക്കിയാൽ പോരാ, 10 സെമിനാർ നടത്തിക്കൊണ്ട് കാര്യമില്ല. പക്ഷേ ജനങ്ങളെ ആവേശം കൊള്ളിക്കാൻ കഴിയണം. അത് ഷാഫി പറമ്പിലിന് കഴിയുന്നുണ്ട്. ഇവിടെ എം ലിജുവാണ് ആ ചുമതല ഉണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ രമേശ് ചെന്നിത്തലയുടെ വരയ്ക്കുന്ന വട്ടങ്ങൾക്കപ്പുറം ലിജുവിന് പോകാൻ പറ്റില്ല. അത് സാർ അത് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം നേരത്തെ നമ്മൾ അത് സൂചിപ്പിച്ചാണ്. ഇപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും അതുപോലെ VT ബൽറാം, PC വിഷ്ണുനാഥൊക്കെ അവരൊക്കെ കടന്നു വരുന്നത് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്താണ്. അവിടെ എം ലിജുവിന് മാത്രം അത് കഴിയുന്നില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ CR മഹേഷ് തൊട്ടടുത്ത് നമ്മൾ എല്ലാ ചർച്ചയിലും പറയാറാണ്. അങ്ങനെ ഒരു ജനപ്രതിനിധിയെ കേരളം തന്നെ അല്ലെങ്കിൽ ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മാതൃകയാക്കാവുന്നതാണ്. തൊട്ടടുത്ത കരുനാഗപ്പള്ളിയിൽ ഇത്രയും വലിയൊരു CPMൻ്റെ ഇടതു കോട്ട തകർത്തുകൊണ്ട് അവിടെ CR മഹേഷിന് ജയിക്കാമെങ്കിൽ ഞാൻ വായിച്ചത് പ്രകാരം അമ്പലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ള കോൺഗ്രസിന് ജയിക്കാൻ D സുഗതനൊക്കെ ജയിച്ചതാണ് ഇതിൽ നമ്മൾ പറഞ്ഞ 2001. അപ്പോൾ അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ ലിജുവിൻ്റെ പേര് സാധാരണ പ്രവർത്തകരുടെ മനസ്സിലില്ല എന്നുള്ളതാണ് ഒരു സത്യം. ലിജുവിനെ ഇങ്ങനെ പേരെടുത്ത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ലിജുവിന് ആലപ്പുഴ ജില്ല ഏൽപ്പിച്ചിരുന്നു, ഇന്ന് സംസ്ഥാന കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏൽപ്പിച്ചിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയിരുന്നു, ഓഫീസിൻ്റെ ചാർജ്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ഒട്ടുമിക്ക പദവികളും അദ്ദേഹത്തിന് നൽകി. ഒരു 3 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി പരാജയപ്പെടുക എന്ന് വെച്ചാൽ ചെറിയ സംഭവമല്ല. അങ്ങനെ കഴിവില്ലാത്ത നേതാക്കന്മാരുടെ കൂട്ടമായി ആലപ്പുഴയിൽ മാറുകയാണ്. പറയാൻ കാരണം AK ആൻ്റണി, വയലാർ രവി ഇവരൊക്കെ മത്സരിച്ച് വിജയിച്ച ജില്ലയാണിതൊക്കെ. D സുഗതൻ ഇവരൊക്കെ. അങ്ങനെയുള്ളൊരു ജില്ലയിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ കഴിവുകേട് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയായി മാറിയത് എന്ന് പറയുമ്പോൾ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വന്ന് മുന്നിൽ നിൽക്കുന്ന ഈ സമയത്ത് എന്തെങ്കിലും ഗുണം ഉണ്ടാകും? ഇല്ല. അവിടെ സംഘടന ഉണ്ടോ? KC വേണുഗോപാലും മത്സരിക്കാൻ വന്നു, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഒരു സേഫ് ഹെവൺ അവിടെ ഉണ്ടാക്കുകയാണ്. അങ്ങോട്ട് ആക്രമിക്കാൻ ആരും വരരുത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയും വരരുത്, BJPയും വരരുത്, ആരും വരരുത്. അതുകൊണ്ട് വേണ്ടപ്പെട്ട ഈ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ല പ്രകടമായിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി, TK രാമകൃഷ്ണൻ, KM മാണി, അതുപോലൊരു എല്ലാ പാർട്ടിയും കൂടെ ചേർന്നുള്ളൊരു നേതാക്കന്മാർ ചേർന്നൊരു മുന്നണി ഉണ്ടാവും. അവിടെ തകരുന്നത് പാർട്ടിയാണ്. ഇപ്പം ഷുക്കൂറിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഷുക്കൂർ മത്സരിച്ചിരുന്നതിലുണ്ടാകുമായിരുന്ന തോറ്റാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഐസക്കിൻ്റെ അപ്രമാദിത്യം ഷുക്കൂർ തന്നെ സമ്മതിച്ചു കൊടുത്തു, ഓടി രക്ഷപ്പെട്ടു. അതുപോലെ ഈ KC ഇപ്പോൾ കുഴപ്പമില്ലെങ്കിൽ പോലും KC വേണുഗോപാൽ ചാടിക്കറി പറഞ്ഞ് ഞാൻ ആലപ്പുഴ മത്സരിക്കില്ലെന്ന് കഴിഞ്ഞ പ്രാവശ്യം. എൻ്റെ കാര്യം എന്ത്? മുല്ലപ്പള്ളി അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടതാണ്. പക്ഷെ അവിടെ ജയിച്ചു, മുരളീധരൻ വന്ന് ജയിച്ചു. ഇവിടെ പക്ഷേ തിരുവനന്തപുരം അതുപോലെ നശിപ്പിച്ചാണ്. തിരുവനന്തപുരം ഇതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ തൻ്റെ സീറ്റിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച് മറ്റ് സീറ്റുകളിലെല്ലാം ഇല്ലാതാക്കി. അതെ, തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, തൃശ്ശൂർ അടുത്ത ഉദാഹരണം. അതെ, ഒരു ഇതുവരെ പത്തനംതിട്ട, ഇതൊക്കെ നശിപ്പിച്ച് കളഞ്ഞ സ്ഥലങ്ങളാണ്. കോൺഗ്രസിൻ്റെ വലിയ അപ്രമാദിത്വത്തിൽ നിന്നും എല്ലാം തകർന്ന് തരിപ്പണമായി പോയ ഇടങ്ങളാണ് ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ അന്നാട്ടിൽ ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ചിത്രം എടുത്ത് നോക്കുമ്പോൾ കോൺഗ്രസിന് ജയിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ജില്ലയാണ്, ജയിക്കാൻ പറ്റുന്നൊരു ജില്ലയാണ്. പക്ഷേ അവിടെ ജയിപ്പിക്കാൻ പറ്റിയൊരു നേതാവില്ല. സുധീരനെ വിളിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ അങ്ങനെയല്ല. ആലപ്പുഴയിൽ പ്രഗത്ഭരായ 2 നേതാക്കന്മാർ, 2 പേരും മുഖ്യമന്ത്രിയാകാൻ കാത്തു നിൽക്കുന്നവർ അവിടെ തന്നെയുണ്ട്. അവരുള്ളത് കൊണ്ട് എന്തെങ്കിലും മാറ്റം കോൺഗ്രസിന് അവിടെ UDFന് സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഈ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് സ്ഥാനമാനങ്ങൾ നേടാനുള്ള കഴിവാണ് പ്രാഗൽഭ്യമെങ്കിൽ നിങ്ങൾ പറഞ്ഞതിന് തർക്കമില്ല. മറിച്ച് ജനങ്ങളെ മൊബിലൈസ് ചെയ്യാൻ, പോസിറ്റീവ് കോസിനോ അല്ലെങ്കിൽ എതിരാളികൾക്കെതിരായിട്ടുള്ള നെഗറ്റീവ് കോസിനോ ജനങ്ങളെ മൊബിലൈസ് ചെയ്യാൻ കഴിവുള്ള നേതാക്കന്മാർ എത്ര പേരുണ്ട്? ജനങ്ങളെ മൊബിലൈസ് ചെയ്യണം, ഒരു ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പറ്റണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീണ്ടും ആവർത്തിച്ച് മഹേഷിൻ്റെ പേര് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു ബാങ്ക് വന്ന് ജപ്തി ചെയ്തൊരു പാവം പിടിച്ച വീട് അറിഞ്ഞുകൊണ്ട് അത് അവിടെ പോയി അപ്പം തന്നെ ഇടപെട്ട് കൂട്ടുവല്ലി പൊളിച്ച് അവർക്ക് അവരുടെ രേഖകളെല്ലാം എടുത്തു കൊടുക്കാൻ മഹേഷ് ഉണ്ടായിരുന്നു. പോലീസൊക്കെ എതിരാണ്. അപ്പം CPM-കാരൻ്റെ 24 മണിക്കൂറും ജനങ്ങൾക്കൊപ്പം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ ആ ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ
അതെ. എനിക്ക് സ്റ്റേജിലെ കസേര, സ്റ്റേജിലേക്ക് പാർട്ടി ഓഫീസിലെ കസേര, ഇത്തരം കസേരകൾക്ക് വേണ്ടി മാത്രം അത് സുരക്ഷിതമാണ്. എനിക്ക് പ്രവർത്തിക്കേണ്ട, അതെ അതെ നാളെ കിട്ടും. ആ അയച്ചിട്ട് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ദാനം ചെയ്യാൻ പറ്റുന്നതെല്ലാം കിട്ടാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ട്. അത് മതി. സംഘടന വേണമെന്നില്ല. സംഘടനയ്ക്ക് വേണ്ടി ശ്രമിക്കാതെ, സംഘടന പ്രവർത്തനം ഉണ്ടാക്കാൻ ശ്രമിക്കാതെ. അല്ല, ഇവരൊക്കെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് പോകേണ്ടവരാണ്. അല്ല, അത് ഭരണം കിട്ടിയെങ്കിൽ മാത്രമല്ലേ ഇവർക്ക് അത്തരത്തിലുള്ളൊരു പദവിയിലേക്ക് എത്താൻ കഴിയൂ. ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന് തകർച്ച ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു. ഷുക്കൂറിൻ്റെ ഒളിച്ചോട്ടം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാറ്റി രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാവുന്നുണ്ട്. അതിന് അദ്ദേഹം ഉപയോഗിച്ച മാർഗം എന്താ? സുകുമാരൻ നായർ സാർ പറയുന്നു, ഞങ്ങൾക്ക് താക്കോൽ സ്ഥാനം വേണം. ആ താക്കോൽ സ്ഥാനം തിരുത്താൻ പറ്റുക തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നായരാണ്. ഒരു നായരെ മാറ്റിയിട്ട് കുറച്ചുകൂടെ കൊള്ളാവുന്ന ഒരു നായർ രമേശ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണല്ലോ യഥാർത്ഥത്തിൽ NSSന്റെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അത് എന്നിട്ട് രമേശ് ചെന്നിത്തല അവിടെ കൊണ്ട് എടുത്തുകയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഇമേജ് നായരായ കോൺഗ്രസ്സുകാരനായ നായരെന്നല്ല, നായരായ കോൺഗ്രസ്സുകാരൻ എന്നാണ് വരുന്നത്. അത് എല്ലാ ഇപ്പോൾ അത് വളരെ സലാമിനും സജി ചെറിയാനും ഒക്കെ വളരാനുള്ളൊരു മണക്കൂറുകൂടെയായി. കാരണം രമേശ് ചെന്നിത്തല പോലുള്ളൊരു വളർന്ന ജാതിയുടെ പേര് തന്നെയാണ്. അത് പറയാൻ അപ്പോൾ NSS പറയുമ്പോൾ പോലും എനിക്ക് ആ സപ്പോർട്ട് ആവശ്യമില്ല എന്ന് പറയാൻ ഇയാൾ പറയുന്നുണ്ട്, ഷാഫി പറയുന്നുണ്ട്. അത്തരം ഒരു ആർജവും ഈ പരിധിവരെ വി ഡി സതീശനൊക്കെ അത് പറയുന്നുണ്ട്. അതായത് എനിക്ക് അതായത് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന എനിക്ക് ഒരു സമുദായത്തിൻ്റെ പിന്തുണ. ഈ മനുഷ്യന് 5ാം മന്ത്രിസ്ഥാനമായിട്ട് ആഭ്യന്തര വകുപ്പ് കിട്ടിയത് കൊണ്ട് കോൺഗ്രസിന് എന്താ നേട്ടം ഉണ്ടായി? ആലപ്പുഴയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരേ സീറ്റിൽ ഇപ്പോഴും നിൽക്കുന്നു. രമേശ് മോശമെന്നല്ല പറയുന്നത്, രമേശ് സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. അതെ. പഴയ സൈഡിൽ കുറേ ബിഷപ്പുമാരെയും NSSനെയും SNDP അല്ലെ KPMSനെയും മുസ്ലിം ലീഗിനെയൊക്കെ കൂടെ നിർത്തി ജയിച്ചു വരാമെന്നുള്ള ധാരണ വേണ്ട. ആ ധാരണ ഇപ്പം ഇവിടെ പൊളിക്കും. നോക്കൂ, നിലമ്പൂർ അങ്ങനത്തെ പല കണക്കുകൂട്ടലും പൊളിക്കും. കാരണം അതിന് ചെറുപ്പക്കാർ ഇതൊന്നും പറയാതെ വോട്ട് പിടിക്കുന്നത്. വടകര ഇതൊന്നും പറയാതെ വോട്ട് ചെയ്തത്. വടകര ഇതൊന്നും പറയാതെയാണ് വോട്ട് പിടിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് ആയാലും മറ്റുള്ള വർഗീയ ധ്രുവീകരണ എല്ലാ പ്രചരണങ്ങളായാലും യുവാക്കളെടുത്ത് അതൊന്നും അങ്ങനെ ഇപ്പോൾ ഷിയാസിനെ മുസ്ലിമിൻ്റെ പ്രതിനിധിയായിട്ടാണ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും അക്സെപ്റ്റബിൾ ഉള്ള കോൺഗ്രസ്സുകാരനാണ് ഷിയാസ്. ഏറ്റവും നല്ല ജില്ലാ പ്രസിഡന്റ് ഷിയാസാണ്. പക്ഷേ എന്നിട്ടും ചിലർ പറഞ്ഞ മുസ്ലിമിൻ്റെ പ്രതിനിധിയായിട്ട് അങ്ങനെ വരുമ്പോൾ മുസ്ലിമായിട്ട് ബ്രാൻഡ് ചെയ്യും. അതോടെ തീർന്നു. ഷിയാസിൻ്റെ രാഷ്ട്രീയം തീരും. കെ ബാബുവിനെ ഈഴവനായിട്ട് ബ്രാൻഡ് ചെയ്യും. അല്ലെ കെ ബാബു ആദ്യം സൗകര്യത്തിന് SNDP യൂണിയൻകാരൻ കെ ബാബു വന്നു എന്ന് വെച്ച് ഇനി കാലാകാലങ്ങളായി തൃപ്പൂണിത്തുറ മണ്ഡലം ഈഴവർക്ക് കിട്ടണം എന്നുള്ളൊരു വാദവും അങ്ങനെ നല്ല നേതാക്കന്മാർ തഴയപ്പെടും. ഈഴവ കോട്ടയിലാണ് കിട്ടി എന്നുള്ള ആർഗ്യുമെന്റ് ഉണ്ടായാൽ അത് ജനം വിശ്വസിച്ചാൽ ഉറപ്പായിട്ടും അടുത്ത ഈഴവനെ മാറ്റി കൊടുക്കുകയില്ലേ. അവിടെയാണ് കോൺഗ്രസിൻ്റെ തകർച്ച. CPM ഇപ്പോൾ അത് ആ പാതയിൽ തന്നെയാണ് പോകുന്നത്. അതെ, എനിക്ക് ജയിക്കാൻ എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ പാർട്ടി നശിക്കുന്നു അല്ലെങ്കിൽ പാർട്ടി പരാജയപ്പെടുന്നു എന്നുള്ളൊരു സത്യം അവിടെയുണ്ട്. അതൊക്കെയാണ് രമേശ് ചെന്നിത്തലക്കും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. അല്ല, ആലപ്പുഴ വെളുത്തുള്ളിക്കായൽ സമരം നടന്ന ആന്റണിയുടെ കോൺഗ്രസിൻ്റെ ഒരണ സമരം നടന്ന വെളുത്തുള്ളിക്കായൽ സമരം നടന്ന ഈ രണ്ട് സമരങ്ങളോട് പ്രധാനപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിൻ്റെ. ഒന്ന് ഒരണ സമരം, വോട്ടിൻ്റെ ചാർജ് വർധനവിനായിട്ട്. അതിന് ശേഷം വളരെ ശേഷം വെളുത്തുള്ളിക്കായൽ സമരം 67 69 കറക്റ്റ് ഓർക്കുന്നില്ല. പ്രധാനപ്പെട്ട സമരം ആന്റണിയുടെ പട്ടിണിയാതെയൊക്കെ ഉണ്ടായിരുന്നു. ഈ 2 സമരങ്ങളും നടന്ന സ്ഥലത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എന്ത് സമരമാണ് നടന്നിരിക്കുന്നത്? വേണുഗോപാൽ എന്ത് സമരം നടത്തിയിരിക്കുന്നത്? സമരം നടത്താനാണെങ്കിൽ ഇഷ്ടംപോലെ കരിമണലുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ കരിമണൽ ഖനനത്തിൻ്റെ ഒക്കെ ചരിത്രം പറഞ്ഞാൽ VM സുധീരനൊക്കെ തെരഞ്ഞെടുപ്പിൽ വരെ തോൽക്കേണ്ടി വന്നിട്ടുണ്ട് ഈ മുതലാളിമാർക്കെതിരെ നിന്നിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരൊക്കെ സുഖിപ്പിച്ചും സന്തോഷിപ്പിച്ചും ഒക്കെ കൊണ്ടുപോകുന്ന അത്തരം ഒരു രാഷ്ട്രീയ സ്റ്റൈലിലേക്ക് കുറേ നേതാക്കന്മാർ എല്ലാവരും അല്ല, അതെ, സാധാരണക്കാർ പരാജയപ്പെടുന്നു. തോമസ് ചാണ്ടിയെ പോലുള്ള ജയിക്കുന്നു. അതാണ് കുട്ടനാട്. ഞാൻ ലിജുവിനോട് പേഴ്സണലായിട്ട് 2-3 പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ കുട്ടനാട് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. ആ സീറ്റ് അപ്പോൾ പറയാം ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കാനുള്ള സീറ്റല്ലേ എന്ന്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കുക, അത് ജോസഫ് ഗ്രൂപ്പിനോട് അവർ എന്നാൽ ജയിക്കില്ലെന്ന് അവർക്കറിയാം. സ്ഥാനാർത്ഥി പോലും കാണില്ല. അത് പലയിടത്തും അങ്ങനെയുണ്ട്. അപ്പോൾ അവരത് പറഞ്ഞ് ഇപ്പം ഇവിടെ ചെയ്തതുപോലെ അൻവറിന് സീറ്റ് തരികയില്ല എന്ന് പറഞ്ഞ് നിനക്കതിനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചതുപോലെ ആവശ്യമില്ലാത്ത വയ്യാവേലിയായിട്ട് വരുന്ന
അതെ, ആളുകളെല്ലാം ഈ ഏത് മുന്നണിയിൽപ്പെട്ട ഏത് ജയസാധ്യതയായിരിക്കണം പ്രധാനമായും. ജയസാധ്യതയായിരിക്കണം, പബ്ലിക് അക്സെപ്റ്റൻസ് ആയിരിക്കണം. അതായത് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ആലപ്പുഴയിലെ തുടർച്ച 7 തീരദേശ നിയോജക മണ്ഡലങ്ങൾ, അരൂർ തൊട്ട് കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിലാണെങ്കിലും കായംകുളം വരെയുള്ള തീരദേശത്തെ 6 മണ്ഡലങ്ങൾ ആലപ്പുഴ ജില്ലയിൽപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുള്ളത് MP KC വേണുഗോപാലിനാണ്. KC വേണുഗോപാൽ ഇന്ത്യ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടത്തി പരിചയമുള്ള ഒരു സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. ജയിച്ചോ തോറ്റോ എന്നുള്ളത് മറ്റൊരു കാര്യം, പക്ഷേ നടത്തി പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് വെച്ച് അദ്ദേഹം ആലപ്പുഴയിൽ പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരാളാണ്. കായംകുളം പല പ്രശ്നങ്ങളും കൊണ്ട് CPM നീറുന്നു. ഹരിപ്പാട് നോക്കണ്ട, അത് രമേശ് ചെന്നിത്തല പിടിച്ചെടുത്തു. അതുപോലെ അമ്പലപ്പുഴ, ആലപ്പുഴ, അരൂർ, ചേർത്തലയൊക്കെ ഭീമമായ ഭൂരിപക്ഷം LDFനുണ്ട് എന്ന് നമുക്ക് അറിയാം. അങ്ങനെ പറ്റാവുന്ന മണ്ഡലങ്ങൾ ഇപ്പോൾ ആകെ ഉള്ളത് വെറും ഒരു മണ്ഡലമാണ്. ഇപ്പോൾ ചെങ്ങന്നൂരൊക്കെ ജില്ലയിൽ ഏറ്റവും നന്നായി ചെങ്ങന്നൂരൊക്കെ എങ്ങനെ തോറ്റു എന്ന് ചോദിക്കണം. ചെങ്ങന്നൂർ തോൽപ്പിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ലെ നിന്ന് തോറ്റവന്നിട്ട് അടി കൊടുക്കണം, ചാട്ടവാറിന് അടിക്കണം, ആരാണേലും. അതെ, സത്യം. അങ്ങനെയൊക്കെ കോൺഗ്രസിന് 7 സീറ്റൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ജില്ലയാണ്. ഈ 2 നേതാക്കന്മാർ അതിന് തയ്യാറായാൽ ഒരു പക്ഷേ അതിൽ നിന്ന് അവർക്ക് വിജയം നേടാൻ തയ്യാറാണ്. ഓടിച്ചെന്ന് തയ്യാറായിട്ട് നാല് മീറ്റിംഗ് പ്രസംഗിച്ചത് ആവില്ല. ഈഗോ എന്നൊരു സാധനമുണ്ട്. അതെ, ഇപ്പോൾ രമേശ് ചെന്നിത്തല വിചാരിക്കും ഞാനാണ് ഏറ്റവും വലിയവൻ. എൻ്റെ ശിഷ്യനായിരുന്നു KC വേണുഗോപാൽ. KC വേണുഗോപാൽ ഞാനിപ്പോൾ ഓൾ ഇന്ത്യ സെക്രട്ടറിയാണ്, എൻ്റെ താഴെയാണ് ബാക്കിയുള്ള. ഇപ്പോൾ ഈഗോയുടെ ഏറ്റവും വലിയ ലക്ഷണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ പോലും ഈഗോ വർക്ക് ചെയ്യും. അരൂര് ഷാനിമോൾ മത്സരിക്കുന്ന ഒരു ചെറിയ സംഭവം പറയാം. അരൂര് ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കുന്നു. അപ്പോൾ എല്ലാ നേതാക്കന്മാരും അവിടെ പ്രചരണത്തിന് വരുന്നുണ്ട്. PT തോമസിനാണ് ചാർജ്. PT തോമസിന് ചാർജ്. അപ്പോൾ PT തോമസ് ഒരു കാര്യത്തിന് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. എനിക്കവിടെ പോകേണ്ട കാര്യമില്ല. ഇലക്ഷൻ വർക്കിന് ഞാൻ പോയതല്ല. PT തോമസും ലിജു എല്ലാവരും ഉണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാറും അതിൻ്റെ അകമ്പടിയായിട്ട് 1-2 കാറും കൂടെ വന്ന് നിർത്തി. അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം കയറി അന്നത്തെ പ്രോഗ്രാം ഷെഡ്യൂൾ മുഴുവൻ നോക്കുന്നു എല്ലാവരുടെയും. അപ്പോൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ നേതാവെന്ന് ഞാൻ പറഞ്ഞ ആളുടെ പേര് പറയാതിരിക്കാനായിട്ടാണ്. ഞങ്ങളുടെ നേതാവ് ഇന്നവിടെ ഇവിടെ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ 3-4 സ്ഥലത്ത് അതിലൊന്ന് ഇതാണ്. രമ്യ ഹരിദാസ് അവിടെ വരരുത്. രമ്യ ഹരിദാസിൻ്റെ ആ പ്രോഗ്രാമിൽ നിന്ന് ഒഴിവാക്കണം. കാരണം രമ്യ ഹരിദാസ് അവിടെ പ്രസംഗിക്കാനുണ്ട്. മാസ് അട്രാക്ഷൻ പോകുന്നത് മുഴുവൻ രമ്യ ഹരിദാസിലേക്ക്. ഇങ്ങനെ മൈൻഡ് ചെയ്യാൻ ആരും കാണിയില്ല. അതാണ് പല കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ. തന്നേക്കാൾ കൂടുതൽ ആളുകൾ അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ നേരിട്ട് ദൃക്സാക്ഷിയാണ്. അതെ, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റി നേതാവെന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള 2 നേതാക്കന്മാർ അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ ചുറ്റുപാടും അയൽവക്കത്തും ഒക്കെ നിൽക്കുന്ന മണ്ഡലങ്ങളെ. അതായത് പറയാൻ കാരണം KC വേണുഗോപാലിന് അരൂരിൽ ഭൂരിപക്ഷം 10,000-ന് മുകളിലാണ്. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും 10,000-നും 17,000-നും 19,000-ന്റെ ഒക്കെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ. അതിൽ കായംകുളത്ത് മാത്രമാണ് ശോഭാ സുരേന്ദ്രനുമായി പുറകിൽ പോയിട്ടില്ല. 1400ഓളം CPM പുറകിൽ പോയി. 1400ഓളം വോട്ടിന് മാത്രം മുന്നിൽ. ബാക്കിയെല്ലാം അമ്പലപ്പുഴയിലടക്കം ആലപ്പുഴ, അരൂരൊക്കെ 10,000-നോളം വോട്ടുകൾക്ക് KC വേണുഗോപാൽ മുന്നിൽ ആയിരുന്നു. ഇങ്ങനെയുള്ള ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഊരും ചൂരും ഏറ്റുവാങ്ങി എന്നൊക്കെ പറയാവുന്ന ഈ മണ്ഡലത്തിൽ അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇനിയുള്ള ഒരു വർഷം ആലപ്പുഴയിലെ എല്ലാ മണ്ഡലങ്ങളും പിടിച്ചെടുക്കാം. അതുപോലെ ഞാൻ ഇവിടെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ഉണ്ട്, വളരെ ട്രിക്കി ക്വസ്റ്റ്യൻ. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഇവർ മത്സരിക്കുന്നതെങ്കിൽ ഷുവർ സീറ്റ് ഉണ്ടോ അവർക്ക്? ഉറപ്പിച്ച് ഞാൻ ജയിക്കുന്ന വലിയ ചോദ്യം. ഇവർ ചെയ്യാൻ പോകുന്നത് എറണാകുളത്തോ തൃശ്ശൂരുള്ള ഹരിപ്പാട് ഏതായാലും രമേശ് ചെന്നിത്തല ഹരിപ്പാടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ രാഷ്ട്രീയവും അവിടെ ചോദ്യം ചെയ്യപ്പെടും. അത്രേ ഉള്ളോ? അല്ല, പക്ഷേ KC വേണുഗോപാലിന് ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കേണ്ടി വന്നാൽ ഇപ്പോൾ ഒരു MP-ക്കും സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല, അത് മറ്റൊരു കാര്യം. പക്ഷെ ഒരു സമവായം എന്നുള്ള നിലയിൽ ഭരണം കിട്ടിയതിന് ശേഷം സീറ്റ് കൊടുക്കേണ്ടി വന്നാൽ അദ്ദേഹത്തിന് ആലപ്പുഴയിൽ ഒരു പക്ഷേ സീറ്റ് ഇല്ലെങ്കിലും കണ്ണൂർ ജില്ല അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇരിക്കൂറോ മറ്റോ കൊടുക്കാനിടയുണ്ട്. അദ്ദേഹം അതിനുവേണ്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞത് ആലപ്പുഴ ജില്ലയിലെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ പൊസിഷൻ ഇതാണ്. ഈ 2 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വേണ്ടെന്നാരും പറഞ്ഞിട്ടില്ല. 2 സ്ഥാനാർത്ഥികൾക്കും ഈ ഒരു ഓപ്ഷൻ അവരുടെ മുമ്പിൽ വളരെ റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷൻ. കാരണം അവർ ജയിക്കുന്നില്ലെങ്കിൽ തീർന്നില്ലേ. പണ്ട് അച്യുതാനന്ദൻ തോറ്റ പോലെ
അതെ, മാരാരിക്കുളത്ത് അച്യുതാനന്ദൻ തോറ്റാണ് ആലപ്പുഴയിൽ. LDF അതെ, അതുപോലെ ഇവരാരെങ്കിലും തോറ്റാലോ, അതെ, ഇവരുടെ ചാൻസ് തീർന്നില്ല. അങ്ങനെയും അപകടങ്ങൾ ഉണ്ട്. ഉണ്ട്. രാഷ്ട്രീയത്തെ ഒരു രാഷ്ട്രീയത്തിൽ സ്വന്തം പാർട്ടിക്കകത്തു നിന്ന് തന്നെ വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ വലിയൊരു അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന് ഇവർക്ക് തന്നെ അറിയാവുന്ന ഘട്ടത്തിൽ അവർ ചെയ്യേണ്ടത് ഏറ്റവും നല്ല പ്രവർത്തനം, അതായത് ഏത് മണ്ഡലത്തിൽ നിന്നാലും ആലപ്പുഴ ജില്ലയെ, ഹരിപ്പാടല്ല, ഒരുപക്ഷെ കായംകുളത്തേക്കോ അമ്പലപ്പുഴയിലേക്കോ മാറേണ്ടി വന്നാലും ജയിക്കാൻ കഴിയുന്ന ഒരാളായി ആ നേതാക്കൾ. ആലപ്പുഴ ലീഡർഷിപ്പ് ഉണ്ടായനെ. ലിജു ഇപ്പം ഷാഫി പറമ്പലിൻ്റെ, രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ആ ലെവലിൽ, വി ടി ബലറാമിൻ്റെ ആ ലെവലിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് ലിജു തയ്യാറായിരുന്നെങ്കിൽ ആലപ്പുഴ മാറ്റം ആലപ്പുഴക്കാർ തിരിച്ചറിഞ്ഞു. അത് ആലപ്പുഴക്കാർക്ക് ലിജുവിനെ വലിയ കാര്യമാണ്, ലിജുവിനെ കാര്യമില്ല. ആ, അതെ, അതൊന്നും ആലപ്പുഴ ആരോട് പക്ഷെ നമ്മൾ ആ ലിജുവിന്റെ ഒന്നും രാഷ്ട്രീയം കൊണ്ട് ആലപ്പുഴയിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ രണ്ട് നേതാക്കന്മാർ ആലപ്പുഴ ജില്ലക്കാരായി നിൽക്കുമ്പോൾ അവർ അവിടെ വിജയിച്ചിട്ട് വേണം കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരാകാൻ എന്നുള്ളതാണ്. അത് നിങ്ങൾ പറഞ്ഞ ഏറ്റവും നല്ല നിർദ്ദേശമാണ്. അതെ, ഇവർക്ക് എന്തുകൊണ്ട് ആലപ്പുഴ ഭൂരിപക്ഷം സീറ്റുകൾ പിടിച്ചെടുക്കാൻ പറ്റില്ല? അതെ, മുഖ്യമന്ത്രിയാകാൻ പോകുന്നവൻ്റെ ജില്ലയിൽ ഭൂരിപക്ഷം സീറ്റും കോൺഗ്രസ് ജയിച്ചിരിക്കണം. ആദ്യം തന്നെ നിഗമനം വയ്ക്കുക. അതെ, അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും ആലപ്പുഴ ജില്ല ഇപ്പോൾ ഇവിടുത്തെ ഷിയാസും ശ്രീകണ്ഠനും ഒക്കെ മെനക്കെട്ട MLA-മാരെ ഉണ്ടാക്കി കൊടുത്ത് ഇവരെ മുഖ്യമന്ത്രിയാക്കാനാണോ? അതല്ല. അപ്പോൾ അവരവർ മുഖ്യമന്ത്രി ആകണമെന്നാഗ്രഹിക്കുന്നവർ അവരുടെ ജില്ലയിലെങ്കിലും അതിശക്തമായ പോരാട്ടം നടത്തണമെന്ന് ഒരു പ്രവർത്തകരുടെ വലിയൊരു പ്രതീക്ഷയൊക്കെ അതിനനുസരിച്ച് ഉയരണം എന്നുള്ളത് രാഷ്ട്രീയത്തിലൊരു നിബന്ധനയാക്കുന്നതാണ് ഏതായാലും നല്ലത്.